കേരളത്തിൽ പുരുഷന്മാരിൽ തന്നെയല്ല സ്ത്രീകളിലും വളരെ കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് ഫാറ്റി ലിവർ. ഇപ്പോൾ ക്യാൻസർ ചികിത്സ കഴിഞ്ഞ പേഷ്യൻസിലും ഒക്കെ തന്നെ ഈ ഫാറ്റി ലിവർ വളരെ കൂടുതലാണ്. അപ്പം പലരും ചോദിക്കാറുണ്ട് ഈ ഫാറ്റി ലിവർ കുറയ്ക്കാൻ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഫാറ്റി ലിവർ ഉണ്ടാക്കുന്ന ഫുഡുകളെ കുറിച്ചാണ്. അപ്പം അത് ഫാസ്റ്റ് ഫുഡ് ഒന്നാമത്തേത്. സെക്കൻഡ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. എക്സാമ്പിളായിട്ട് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ. എല്ലാം ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ, കുക്കീസ് എല്ലാം ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡിൽ വരുന്നതാണ്. മൂന്നാമത് സ്വീറ്റൻഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആഡഡ് ഷുഗേഴ്സ് വരുന്ന ഫുഡുകളാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ കോൺ സിറപ്പ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, മൊളാസസ്, മേപ്പിൾ സിറപ്പ്, ഇതെല്ലാം ആഡഡ് ഷുഗേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ അമേരിക്കൻ ഡയറ്ററി ഗൈഡ് ലൈനിൽ പറയുന്നത് നമുക്ക് ടോട്ടൽ കലോറിയുടെ 10% മാത്രമേ ഈ ആഡഡ് ഷുഗർ കൊണ്ട് വരാവൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നീട് ഷുഗറി ഡ്രിങ്ക്സ് എല്ലാവരും ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഷുഗറി ഡ്രിങ്ക്സ് അത് ഫാറ്റി ലിവറിനെ കൂട്ടുന്നതാണ്. ഞാനിപ്പം ഈ പേഷ്യൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കീമോതെറപ്പി എടുക്കുമ്പോൾ ആൾക്കാർ ഒരുപാട് ഫ്രൂട്ട് കഴിക്കും. അപ്പോൾ ഈ ഫ്രൂട്ട് ഒരുപാട് കഴിക്കുന്നതെന്നാൽ അത്ര നല്ലതല്ല. ഒരുപാട് ഫ്രൂട്ട് കഴിച്ചാൽ ഈ ഫ്രൂട്ടിൽ കൂടുതലായിട്ടുള്ള ഷുഗറാണ് ഫ്രക്ടോസ്. അപ്പോൾ അത് കണ്ടമാനം കഴിക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് ജ്യൂസായിട്ടൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ വളരെ കൂട്ടും ലിവറിൽ. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അപ്പോൾ ഡയബറ്റിക് ആൾക്കാരൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്. ഇപ്പോൾ അസ്പാർട്ടൈം, സാക്രീന്, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തുള്ള സ്വീറ്റൻഡ് ഫുഡ്, ഷുഗറി ഡ്രിങ്ക്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ശരീരത്തെ ഫാറ്റ് തന്നെയല്ല, ലിവറിലെ ഫാറ്റ് ഡെപ്പോസിഷൻ ഇതെല്ലാം കൂട്ടുന്നതാണ്. പ്രോസസ്ഡ് ഗ്രെയിൻ, എക്സാമ്പിൾ പാക്കേജ്ഡ് വൈറ്റ് ബ്രെഡ്, വൈറ്റ് റൈസ് എല്ലാം പ്രോസസ്ഡ് ഗ്രെയിനിൽ വരുന്നതാണ്. അതുപോലെ പേസ്ട്രീസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സിങ്ങിൽ ഇതിൻ്റെ ഫൈബറും വിറ്റാമിൻ, മിനറൽ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെറുതെ ഒരു ജങ്ക് ഫുഡ് പോലെ തന്നെയാണ് ഈ പ്രോസസ്ഡ് ഗ്രെയിൻസിനെയും കണക്കാക്കുന്നത്. റെഡ് മീറ്റ് ആൻഡ് പ്രോസസ്ഡ് മീറ്റ്. റെഡ് മീറ്റും പ്രോസസ്ഡ് മീറ്റിലും രണ്ടിലത്തെയും പ്രോസസ്ഡ് മീറ്റ് ഗ്രൂപ്പ് 1 കാർസിനോജനായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. റെഡ് മീറ്റ് 2A കാർസിനോജനാണ്. ഇതിലെല്ലാം ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് അൺഹെൽത്തി കുക്കിങ്ങിൽ ഉണ്ടാകുന്ന പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഹെറ്ററോസൈക്ലിക് അരോമാറ്റിക് അമീൻസ് ആണ് ഇതിന് പ്രത്യേകിച്ച് ദൂഷ്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈക്കോടോക്സിന്, മയോഗ്ലോബിന്, ഇതെല്ലാം ശരീരത്തിന് ദൂഷ്യം ചെയ്യുന്നതാണ്, ഫാറ്റ് ഡെപ്പോസിഷൻ കൂട്ടുന്നതാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, കഴിയുന്നതും പ്രോസസ്ഡ് മീറ്റ് യൂസ് ചെയ്യാതിരിക്കുക. റെഡ് മീറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഹെൽത്തി കുക്കിങ് അത് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ കറിയായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ മാക്സിമം എമൗണ്ട് കുറച്ച് കുറയ്ക്കുക. 300 ഗ്രാം പെർ വീക്കാണ് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട്. പിന്നെ ആൽക്കഹോൾ, അത് ഒരു നോൺ ഫാക്ടറാണ് ആൽക്കഹോൾ. വർഷങ്ങളായിട്ട് ഈ സിറോസിസ് ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ട് തന്നെയാണ് ഈ മദ്യപാനം കണക്കാക്കുന്നത്. അപ്പോൾ അത് എത്ര എടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാരിൽ മോർ ദാൻ 14 ഡ്രിങ്ക്സ് പെർ വീക്ക്, അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ മോർ ദാൻ 7 ഡ്രിങ്ക്സ് പെർ വീക്ക്, അല്ലെങ്കിൽ മോർ ദാൻ 3 ഡ്രിങ്ക്സ് പെർ ഡേയും ഒരു അപകടകാരി തന്നെയാണ്. അപ്പോൾ അതിന് പ്രായമായ ആൾക്കാരിൽ, പുരുഷന്മാരിലാണെങ്കിലും ലെസ് ദാൻ 7 ഡ്രിങ്ക്സ് പെർ വീക്കായിട്ട് ചുരുക്കുന്നതാണ് നല്ലത്. ഫ്രൈഡ് ഫുഡ്, അത് ഇതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂട്ടുന്നതാണ് ഫ്രൈഡ് ഫുഡ്. ഇപ്പം നമുക്ക് ക്രിസ്പി ആകണം, എന്നാൽ നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ എയർ ഫ്രയർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഓയിലായ ഒലീവ് ഓയിൽ മുതലായാലും ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ബേക്കിങ്ങിലും ഉപയോഗിച്ചാലും ഫാറ്റ് ഡെപ്പോസിഷൻ കുറവായിരിക്കും. പിന്നെ പാക്കറ്റഡ് സോൾട്ടി ഫുഡ്, അതും ഫാറ്റ് ഡെപ്പോസിഷൻ കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കൂട്ടുന്ന മറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രീ ഡയബറ്റിക് ആൻഡ് ഡയബറ്റിക് സ്റ്റേജ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, എസ്പെഷ്യലി ഹൈ ട്രൈഗ്ലിസറൈഡ് ആൻഡ് ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. അതിൻ്റെ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ കുറവുമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സെൻട്രൽ ഒബിസിറ്റിയും കൂടെ ചേർന്നതാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഫാറ്റി ലിവർ നല്ലതായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തു പോകുക. എക്സസൈസ് ആൻഡ് ഡയറ്റ് റെസ്ട്രിക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ അസുഖങ്ങളെല്ലാം നല്ലവണ്ണം കൺട്രോൾ ചെയ്യുക.